ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ എഡ്ഡി കറണ്ട് എന്നതിനെക്കുറിച്ചും AC ജനറേറ്റർ എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഡ്ഡി കറണ്ട്. Whenever the magnetic flux linked with a metal sheet or a metal block changes, an EMF is induced in it. The induced current flows in a closed path in a plane perpendicular to the magnetic field. This circulating current is called eddy current or Foucault's current. Since the resistance of the block is very small and the induced current becomes very large. ഒരു മെറ്റൽ ഷീറ്റോ അല്ലെങ്കിൽ മെറ്റൽ ബ്ലോക്കുമായോ ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഈ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു. ഈ കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് മെറ്റാലിക് ഷീറ്റിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ആണ് ഉണ്ടാകുക. എഡ്ഡി കറണ്ട് എപ്പോഴും വേൾപൂൾ അല്ലെങ്കിൽ ചുഴികളുടെ രൂപത്തിൽ ക്ലോസ്ഡ് പാത്തിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. എഡ്ഡി കറണ്ടിനെ ഫുക്കോൾട്സ് കറണ്ട് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ടാണ് എഡ്ഡി കറണ്ട്, വിച്ച് ഫ്ലോസ് ഇൻ ക്ലോസ്ഡ് പാത്ത് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ദ ഫോർമേഷൻ ഓഫ് എഡ്ഡി കറണ്ട് കോസസ് വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഒരു മെറ്റാലിക് ബ്ലോക്കിലോ മെറ്റാലിക് ഷീറ്റിലോ ഉണ്ടാക്കുന്ന എഡ്ഡി കറണ്ട് എനർജി വേസ്റ്റേജ് ആണ് ഉണ്ടാക്കുക. ദ ഫോർമേഷൻ ഓഫ് എഡ്ഡി കറണ്ട് കോസസ് ദ വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ എഡ്ഡി കറണ്ട് കുറയ്ക്കാനായിട്ട് റെസിസ്റ്റൻസ് കൂട്ടണം, മെറ്റൽ ഷീറ്റിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടണം. The eddy current is reduced by increasing the resistance of the metal. Hence, cores of dynamos and transformers are made of large number of thin sheets insulated from one another. Thus, the resistance of each sheet will be high. This technique is also used in making electric generators, motors, chokes, etc. എഡ്ഡി കറണ്ട് ശരിക്കും വേസ്റ്റേജ് ഓഫ് എനർജി ആണെങ്കിലും ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാവുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് എഡ്ഡി കറണ്ട് ഈസ് അപ്ലൈഡ് ഇൻ മേക്കിംഗ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റേഴ്സ്, ഇൻഡക്ഷൻ ഫർണസസ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ഇൻഡക്ഷൻ ബ്രേക്സ്, എനർജി മീറ്റേഴ്സ് ആൻഡ് സ്പീഡോമീറ്റേഴ്സ് എക്സെട്ര. അടുത്ത ടോപ്പിക്ക് AC generator. AC generator is a device which converts mechanical energy into electrical energy. It works on the principle of electromagnetic induction. AC generator ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. AC ജനറേറ്ററിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമുക്ക് ആ ഫിഗറിൽ കാണാനുള്ളത്. ഇവിടെ ഒരു ആർമേച്ചർ കോയിലുണ്ട്. ആസ് ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ്സ് ഇറ്റ് കട്ട്സ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് മാഗ്നറ്റ്. Thus an induced current develops and it flows through the coil. For every half cycle of rotation, the current direction changes. Hence the current produced in this device is AC, and hence this device is known as AC generator. ആർമേച്ചർ കോയിൽ രണ്ട് മാഗ്നറ്റുകൾക്കിടയിലാണ് ഇരിക്കുന്നത്. ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. അത് കാരണം ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഈ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു. ഇതാണ് ഒരു AC ജനറേറ്ററിൻ്റെ വർക്കിംഗ്. നമുക്കിത് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. കൺസിഡർ റെക്ടാങ്കുലർ കോയിൽ ഓഫ് N ടേൺസ് rotating with uniform angular velocity omega in a uniform magnetic field B. B എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ N ടേൺസും ഒമേഗ ആംഗുലർ വെലോസിറ്റിയുമുള്ള ഒരു റെക്ടാങ്കുലർ കോയിലുണ്ട്. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ കോയിൽ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് B. ഇവിടെ ശ്രദ്ധിക്കുക, തീറ്റ എന്ന് പറഞ്ഞ ആംഗിള് കോയിലിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ്. കോയിലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളല്ല റെക്ടാങ്കുലർ കോയിലിൻ്റെ നോർമൽ. അതായത് റെക്ടാങ്കുലർ കോയിലിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ സർഫസിനിടെ പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും തമ്മിലുള്ള ആംഗിളിനെയാണ് തീറ്റ എന്ന് വിളിക്കുന്നത്. ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് നോക്കാം. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു B ഡോട്ട് A ആണ്. ദാറ്റ് ഇസ് BA കോസ് തീറ്റ. n ടേൺസ് ഉള്ളത് കൊണ്ട്
എൻ ബി എ കോസ് തീറ്റ. തീറ്റയ്ക്ക് പകരം ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എൻ എ ബി കോസ് ഒമേഗ ടി. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയാണെന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ എ ബി കോസ് ഒമേഗ ടി. എൻ എ ബി എന്നിവയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് മൈനസ് എൻ എ ബി നമുക്ക് പുറത്തെടുത്ത് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി കാണാം. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി ഈസ് മൈനസ് സൈൻ ഒമേഗ ടി വിത്ത് ഒമേഗ. സോ ഇക്വേഷൻ ചേഞ്ചസ് ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ പോയി എൻ എ ബി ഒമേഗ സൈൻ ഒമേഗ ടി. വെൻ ഒമേഗ ടി ഈക്വൽ ടു 90 ഡിഗ്രി എപ്സിലോൺ ഇസ് ഈക്വൽ ടു എൻ എ ബി ഒമേഗ സൈൻ ഒമേഗ ടിക്ക് പകരം 90 ഇടുമ്പോൾ സൈൻ 90 1 ആയി. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എൻ എ ബി ഒമേഗ. This is the maximum value of induced EMF and represented as epsilon 0. So the induced EMF is epsilon is equal to epsilon 0 sin omega t. The induced EMF varies sinusoidally with time. ടൈമിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇങ്ങനെ വാരി ചെയ്യും. ടൈമിനനുസരിച്ച് ആംഗിൾ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നും അതിനനുസരിച്ച് എങ്ങനെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ചേഞ്ച് ചെയ്യണമെന്നും നമുക്ക് നോക്കാം. വെൻ ഒമേഗ ടി ഈക്വൽ ടു 0 epsilon is equal to epsilon 0 sin omega t. therefore epsilon 0 sin 0 0 ആയതുകൊണ്ട് എപ്സിലോണിൻ്റെ വാല്യൂ 0 ആയിരിക്കും. when omega t is equal to pi by 2 epsilon is equal to epsilon 0 sin pi by 2 sin pi by 2 sin 90 ആണ്, അപ്പോൾ 1 ആണ്. അപ്പോൾ epsilon is equal to epsilon 0, this is the maximum value. when omega t is equal to pi epsilon is equal to epsilon 0 sin pi which is equal to 0. when omega t is equal to 3 pi by 2 epsilon is equal to epsilon 0 sin 3 by 2 which is equal to minus epsilon 0. This is a negative value maximum. when omega t is equal to 2 pi epsilon is equal to epsilon 0 sin 2 pi which is equal to 0. If the ends of the coil are connected to an external circuit of resistance R, a current will flow through it. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഇത് ഒരു റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടെയുള്ള കറണ്ട് കിട്ടും. ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് I is equal to epsilon 0 sin omega t by R. Thus I equal to I0 sin omega t, where I0 equal to epsilon 0 by R. This is the peak value of the current. Thus the current also varies sinusoidally. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു AC ജനറേറ്ററിൽ എങ്ങനെയാണ് ഇ എം എഫ് ഉണ്ടാകുന്നത് എന്നും അവിടെ നിന്ന് എങ്ങനെയാണ് കറണ്ട് കിട്ടുന്നത് എന്നും. സ്ട്രോങ് ആയുള്ള രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിലുള്ള റെക്റ്റാങ്കുലർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ചേഞ്ച് വരികയും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും അതുമൂലം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സൈനുസോയിഡലി വാരിയിങ് നേച്ചറുള്ളതാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ സൈൻ ഫംഗ്ഷൻ അനുസരിച്ചുള്ള വാരിയേഷൻ കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് 0 ആകും, മാക്സിമം വാല്യൂ ആകും, പിന്നെ 0 ആകും, പിന്നെ നെഗറ്റീവ് മാക്സിമം വാല്യൂ ആകും. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഈ കോയിലിൻ്റെ എൻഡിലേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ സൈനുസോയിഡലി വാരിയിങ് ഇ എം എഫിൽ നിന്നും നമുക്ക് സൈനുസോയിഡലി വാരിയിങ് കറണ്ട് I equal to I0 sin omega t ലഭിക്കുന്നതാണ്. അപ്പോൾ AC ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ കണ്ടു, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടു. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി എന്നും കറണ്ടിൻ്റെ ഇക്വേഷൻ I equal to I0 sin omega t എന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത് നന്നായി എഴുതി പഠിക്കുക. ഇതിൽ എപ്സിലോൺ 0ൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക. എപ്സിലോൺ 0 is equal to NAB omega, where N is the number of turns, A area of the rectangular coil, B is the magnetic field and omega is the angular velocity of the coil.